നേര്യമംഗലം വില്ലാഞ്ചിറയിൽ കാറിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് ഒരാൾ മരിച്ചു. പാണ്ടിപ്പാറ സ്വദേശി ജോസ് ആണ് മരിച്ചത്. KSRTC ബസ്സിനും കാറിന് മുകളിലേക്കാണ് മരം വീണത്. യാത്രക്കാർ ഏറെ നേരം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. സംഭവ സ്ഥലത്ത് നിന്നാണ് രാഹുൽ വിജയൻ ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ, അവിടെ ഈ മരം മുറിച്ചു മാറ്റുന്ന നടപടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് സമയം യാത്രക്കാർക്ക് കുടുങ്ങിക്കിടക്കേണ്ടിയും വന്നു. വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? റിജിത്ത്, ഇപ്പോൾ എന്തായാലും മരം മുറിച്ചു മാറ്റി ഗതാഗതം ഭാഗികമായിട്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് മരം മുറിച്ചു മാറ്റിയ മരം അങ്ങോട്ടേക്ക് മാറ്റുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഈ കാറിന് മുകളിലേക്കാണ് മരവും മണ്ണും കൂടെ ഒരു വേരോട് കൂടി ഒരു മരം മറിഞ്ഞ് വീഴുകയായിരുന്നു. രാജകുമാരി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ്, ആൾട്ടോ കാറാണ്. അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിൻ്റെ മുൻവശത്തിരുന്നിരുന്ന പാണ്ടിപ്പാറ സ്വദേശിയായിട്ടുള്ള ജോസഫ് എന്ന ആളാണ് മരിച്ചിരിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നു. 4 അംഗ കുടുംബമായിരുന്നു. അവർ കോതമംഗലത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ അപകടമുണ്ടായത്. രാവിലെ ഉച്ചയോടുകൂടി തൊട്ടടുത്ത് തന്നെ വേറൊരു മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആ മരം മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് ഈ വീണ്ടും ഇവിടെ അപകടമുണ്ടാകുന്നത്. അവിടുത്തെ ഗതാഗത തടസ്സം കാരണം വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഈ കാറും ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് ആ മരം ഒടിഞ്ഞ് വീണത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്തൊരു KSRTC ബസ്സും ഉണ്ടായിരുന്നു. KSRTC ബസ്സിൻ്റെ പിൻഭാഗത്താണ് മരത്തിൻ്റെ ചില്ലകൾ ചെന്നടിച്ചത്. പിൻഭാഗം പൂർണ്ണമായിട്ടും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KSRTC ബസ്സിലെ ആർക്കും തന്നെ പരിക്കുണ്ടായിട്ടില്ല. വലിയൊരു ഭീകര അവസ്ഥയായിരുന്നു ഈ KSRTC ബസ്സിൻ്റെ മുകളിലേക്ക് മരം വീണപ്പോൾ ഉണ്ടായതെന്ന് ഈ KSRTC കണ്ടക്ടർ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായൊരു സാഹചര്യം, അതായത് ഈ വഴിയിലൊക്കെ ഇപ്പോഴും മരം ഒടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായ ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് വേണ്ടതെന്ന് നാട്ടുകാർ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും നിലവിൽ ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. പാണ്ടിപ്പാറ സ്വദേശിയായിട്ടുള്ള ജോസഫ് എന്ന ആളാണ് മരിച്ചിരിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി, ഈ ജോസഫ് നമ്മുടെ രാജകുമാരി OB അംഗമായിട്ടുള്ള ജോജിയുടെ സഹോദരൻ്റെ ഭാര്യ പിതാവ് കൂടിയാണ് എന്നുള്ളതും ദുഃഖകരമായൊരു കാര്യം കൂടിയാണ്. റിജിത്ത്, രാഹുൽ വിജയൻ തുടരണം. ഇപ്പോൾ ആ KSRTC ഡ്രൈവറുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ബ്ലോക്കായിട്ട് വണ്ടി നിർത്തിയിട്ടേക്കുമായിരുന്നു. വണ്ടി മൊത്തം ബ്ലോക്കായിരുന്നു. അവിടെ മരം പണിഞ്ഞായിട്ട് അവിടെ ബ്ലോക്കായിരുന്നു. അപ്പോൾ നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സംഭവം നടന്നത്. അപ്പോൾ ഇങ്ങനെ എന്തോ സൗണ്ട് പോലെ കേട്ടു ബാക്കിൽ നിന്ന്. അപ്പോഴത്തേക്കും നമ്മൾ എന്നാ നോക്കിയപ്പോഴേക്കും ചില്ല വന്ന് ചാടി ഫ്രണ്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിലേക്ക് മരം വന്ന് വീണിട്ട് വണ്ടി പൊങ്ങി ഒരു 2-3 അടി 3 അടി അങ്ങോട്ട് പൊങ്ങിയിട്ട് പിന്നെ താന്നു. പിന്നെ ബ്രേക്ക് ഇട്ടുകൊണ്ടുള്ളൂ നമ്മൾ കുഴപ്പമുണ്ടായില്ല. വണ്ടി മറിഞ്ഞില്ല. പൊങ്ങി താന്നപ്പോഴേക്കും പിന്നെ ആൾക്കാരെല്ലാം ഇറക്കി പെട്ടെന്ന് പുറത്തേക്ക് വിട്ടു. ഒന്നുമില്ല, ബസ്സിലെ ആൾക്കാർക്കൊന്നുമില്ല. ബാക്കിൽ വന്ന കാറിലേക്ക് മരം വന്ന് വീണിട്ട് ബാക്കിലേക്ക് വീഴുക ചെയ്തേ. ആ സമയത്ത് ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നു. അപ്പോൾ വഴി മൊത്തം ബ്ലോക്കായി. അത് കഴിഞ്ഞ് അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിൽ കുറച്ച് വണ്ടിയിൽ കുറച്ച് ആൾക്കാർ 2-3 മണിക്കൂറൊക്കെ പെട്ടാണ് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. ഇവിടെ ഈ പ്രദേശങ്ങളിൽ എപ്പോഴും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനിയും കുറേ മരങ്ങൾ ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വഴി എപ്പോഴും ഈ അപകടം ഉണ്ടാകുന്നതാണ്. മരം ഒടിഞ്ഞു വീണ് അപകടം ഉണ്ടാകാറുള്ളതാണ്. മഴയൊന്ന് ശക്തമായിട്ട് പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു എന്നടക്കമുള്ള വാർത്തകൾ ഉള്ളതാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടുക്കാൻ കഴിയില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇനി ഈ സ്ഥലത്ത് തന്നെ മരം വീണ്ടും ഒടിഞ്ഞു വീഴാറായി നിൽപ്പുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. തൊട്ടടുത്ത് തന്നെ ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഇതിന് തൊട്ടടുത്ത് മരം ഒടിഞ്ഞു വീഴാറായി നിൽപ്പുണ്ട്. ഈ രാവിലെ കടപുഴകി വീണ മരം ഒടിഞ്ഞു വീണതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും മരം ഒടിഞ്ഞു വീഴാൻ നിൽപ്പുണ്ട്. അത് മുറിച്ചു കളയാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് വനംവകുപ്പിൻ്റെ ഒരു അനുമതിയാണ് വേണ്ടത്. വനംവകുപ്പിൻ്റെ ഒരു തടസ്സമാണ് ഈ മരങ്ങളൊക്കെ വെട്ടിമാറ്റാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ ആരോപണമായി പറയുകയും ചെയ്യുന്നത്. എന്തായാലും അടിയന്തരമായി. ശരി, രാഹുൽ വിജയൻ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.